വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട സപ്ലിമെന്ററി കരാർ നാളെ ഒപ്പിടും. വിഴിഞ്ഞം പോർട്ടും സർക്കാരും തമ്മിലാണ് കരാർ ഒപ്പുവെക്കുന്നത്. കരാർ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ തുറമുഖം കമ്മീഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേർന്ന്. ടിൻഡു, വാർത്തയുടെ വിശദാംശങ്ങൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സപ്ലിമെന്ററി കരാറാണ് നാളെ രാവിലെ 11 മണിക്ക് അദാനി പോർട്സും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ചേർന്ന് ഒപ്പിടുന്നത്. 2019 UDF സർക്കാരിന്റെ കാലത്താണ് വിഴിഞ്ഞം തുറമുഖം ഇത്തരത്തിൽ കമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ഒരു കരാർ ഒപ്പിട്ടത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഓഖി ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ ഈ തീരശോഷണം അങ്ങനെ തുടങ്ങിയ കാരണങ്ങളൊക്കെ കൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം കുറച്ചു കാലത്തേക്ക് 6 വർഷത്തേക്കെങ്കിലും മുന്നോട്ട് പോയി. അപ്പോൾ ആ കാലത്ത് 2019 ഒപ്പിട്ട കരാറ് ഈ നിലവിലെ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുകയാണ്. ഒരുപക്ഷെ ആ കരാറ് പ്രകാരമുള്ള കമ്മീഷൻ ഡേറ്റ് കഴിഞ്ഞു പോയി. ഡിസംബർ മാസം തന്നെ തുറമുഖം കമ്മീഷൻ ചെയ്യണമെങ്കിൽ പുതിയൊരു സപ്ലിമെന്ററി കരാറ് ഉൾപ്പെടുത്തിയേ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നാളെ സംസ്ഥാന സർക്കാരും അദാനി പോർട്ടും ചേർന്ന് പുതിയൊരു കരാർ ഒപ്പിടുന്ന. ഈ കരാറിൽ പ്രകാരം ഡിസംബർ മാസത്തിൽ തന്നെ തുറമുഖം കമ്മീഷൻ ചെയ്യും. പക്ഷേ പ്രധാനമന്ത്രിയുടെ തീയതിയും കൂടി അറിഞ്ഞതിനു ശേഷം മാത്രമേ കമ്മീഷൻ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഡിസംബർ 3-ാം തീയതി തന്നെ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അത് ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും അത്തരത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഡിസംബർ മാസത്തിൽ തുറമുഖം കമ്മീഷൻ ചെയ്യും. 2028 തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുമുള്ള ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. എന്തായാലും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായകമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഒരു രണ്ടാമതൊരു സപ്ലിമെന്ററി കരാർ ഒപ്പുവെച്ചതിനു ശേഷം തുറമുഖം കമ്മീഷൻ ചെയ്യാനാണ് തീരുമാനം. ശരി, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട സപ്ലിമെന്ററി കരാർ നാളെ ഒപ്പിടും. വിഴിഞ്ഞം പോർട്ടും സർക്കാരും തമ്മിലാണ് കരാർ ഒപ്പുവെക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.